വല്ല ക്യാൻസറോ കുഷ്ഠോ പിടിച്ചോണ്ട് വന്നാൽ ഞാൻ നിന്നെതാ ഇങ്ങനെ പിഴിഞ്ഞെടുക്കും. കാശ് തന്നില്ലെങ്കിൽ ആ ക്യാൻസറോട് കൂടി അപ്പ ഗെറ്റ് ഔട്ട് അടിക്കും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കൂടാ, നടക്കും. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. നിന്റെ കരുനാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ. സ്കൗണ്ടർ തെണ്ട് ചെയ്ത് തെണ്ടിന്നല്ലേ? ശരി, അഹങ്കാരം ഞങ്ങൾ സഹിക്കില്ല. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ആയിരിക്കട്ടെ. തൃപ്തിയായില്ലേ നിനക്ക്? പെണ്ണിന്റെ മുമ്പിൽ ആളാവാൻ ചെന്ന് സ്വന്തം കഴുത്തിന് തന്നെ കത്തിവെച്ചില്ലേ? ജോലി തെറിക്കുമെന്ന് ഉറപ്പാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. എടാ, മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. എന്റെ കഷ്ടകാലത്തിനാ ഞാൻ ആ വീലിന്റെ കാറ്റഴിച്ചു വിട്ടത്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഏട്ടന്റെ ഭാര്യയുടെ താലിമാലയും മോഷ്ടിച്ച് നാട് വിട്ടോനാ ഞാൻ. മാസത്തിലൊരു 10 രൂപ വീതെങ്കിലും സ്വരുക്കൂട്ടി വെച്ച് മാലയും കൊണ്ട് വേണം വീട്ടിൽ ചെല്ലാനെന്ന് വിചാരിച്ചതാ. നടപ്പില്ല. ഈ ജന്മത്തിൽ ഇനി നടപ്പില്ല. നീ അപ്സെറ്റ് ആവാതിരിക്കുക. എങ്ങനെയാണോ അപ്സെറ്റ് ആവാതിരിക്കുക? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? അവര് ജയിച്ച പാതി മീശ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളിയല്ലേ? അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. എവിടെയായിരുന്നടാ പ്രഭേ നീ? ഞാൻ വന്നിട്ട് ദിവസം എത്രയായി? കരുവാ, ഒന്നുകൊണ്ട് കഴിക്കുക. പ്രഭേ, ഞാൻ പറഞ്ഞില്ല അച്ഛാ, തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ല. പ്രകാശ, നിന്നോടാ പറഞ്ഞത്. മാനു, നീ എന്ന് വിളിക്കും, വന്ന് ഊണ് കഴിക്കാൻ പറ. ഇവ നാട്ടടക്ക് ഇരുന്നാ ഞാൻ വിളിക്കാം. മോനൊന്നും മിണ്ടണ്ട കേട്ടോ. ഇല്ല, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഇത്തിരി കൂടുതൽ വിളമ്പിക്കോ, മൂപ്പർക്ക് നല്ല ക്ഷീണം കാണും. അമ്മേ, താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും. എന്നെ സുഖമായിട്ട് തന്നെ കുളിപ്പിക്കും. ദിവ്യേ, മോള് വാ, അച്ഛൻ കുളിപ്പിക്കാം. വേണ്ട, അമ്മ കുളിപ്പിച്ചാ മതി. അമ്മയ്ക്ക് ജോലിയുണ്ട്, ഞാൻ കുളിപ്പിച്ചേരാം. വേണ്ട. ഇവിടെ വരാനാ പറഞ്ഞത്. അതേടാ, ഞാൻ ചെറ്റയാ. വിടല്ലേ? എന്റെ ഭാര്യക്ക് മൂക്ക് ഈ വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയണം. അമ്മേ വിടാൻ, എന്നെ എന്ത് ചെയ്യുന്നു കാണാലോ. എന്നെ വിടാ. രണ്ടെണ്ണത്തിനെ പിടിച്ച് ചങ്ങലക്കിടാ വേണ്ടത്. എടാ, നിന്നെ പേടിച്ച് ജീവിക്കേണ്ട സ്ഥിതി വന്നാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യണം. അതാ നല്ലത്, പോയി ചെയ്തോ. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല. നീ എപ്പോഴാ ചന്തേന്ന് വന്നേ? ഞാള് പൊലച്ചൊക്കെ വന്ന്. ഓ, മറ്റേ രണ്ടെണ്ണം എവിടെ? തമ്പ്രാനും മാണിക്കനും പിന്നാലെ വരുന്നുണ്ട്. ചന്തയിൽ ചരക്കിറക്കിട്ട് കാളനെയും കുളിപ്പിച്ച് വണ്ടി കൊണ്ട് പോന്നോളാം ഞാളോട് പറഞ്ഞേ. മൂക്കറ്റം കേട്ടിട്ടായിരിക്കും തമ്പ്രാന്റെ വരവ്. അത് ഞാക്കറിയില്ല അമ്പ്രാട്ടി. തമ്പ്രാൻ കള്ളുപുര കയറി പോണത് ഞാള് കണ്ടിട്ടില്ല. പിന്നെ നീ എന്തോ കണ്ടു? കള്ളുപുര ഇറങ്ങി വരുന്നത് കണ്ട്. ഓഹോ, പറഞ്ഞ ഞാക്കെന്താ? ഓനെ ഞാളെന്തിനാ പേടിക്കുന്നു? കളിച്ചാലുണ്ടല്ലോ ഞാളോട്. കാളെ കൊണ്ട് ചവിട്ടി കൊല്ലിക്കും ഞാള് വേച്ചേക്കൂല. എനിക്ക് ഓനോ ബലുത്, ഞാളോ ബലുത്. മറക്കണ്ട, ഇന്റെ അപ്പൻ ഞാളെ മാമന. ചിങ്ങത്തിലെ കൊയ്ത്ത് കഴിഞ്ഞാല് ഇന്ന മംഗലം കഴിക്കുന്നത് ഞാളാ. ഞാളമംഗലം നീ മാത്രം തീരുമാനിച്ചപ്പോരല്ലോ. ഞാക്കിന്റെ അപ്പന്റെ ബാക്കിയുള്ളതാ. അപ്പന്റെ ബാക്കണ കഴിഞ്ഞിട്ട് അപ്പനെ കെട്ടിക്കോ. അതിന് പരലോകം വരെ പോണ്ട മോളെ. അടുക്കള ചെന്ന് കുടിക്കാൻ എന്തെങ്കിലും തരാൻ പറ. ബുജാഷ, എന്തോ എന്റെ പഴയ കാര്യങ്ങൾ നീ വല്ലവരോടും പറഞ്ഞാൽ അന്ന് തന്നെ ബോംബെ നിന്ന് ആള് വരും. പിറ്റേന്ന് തന്നെ നിന്റെ ശവം ഈ കായലിൽ പൊന്തും.
ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി സാർ കൈക്കൂലി വാങ്ങുമോ എന്നുള്ള ചോദ്യം ഒരനാവശ്യമാണ്. ഒരു ആദർശക്കാരൻ വന്നിറങ്ങിയിരിക്കുന്നു. എങ്കിൽ മോളെ ആടിനെ കൊണ്ട് പഠിപ്പിക്കാൻ പറ. ഞാൻ ആടിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. സിസ്റ്റർ പറഞ്ഞ ആട് കേൾക്കും. താൻ എന്നെ കളിയാക്കാണോ? അറിയാൻ പോടോടുന്ന കർത്താവിന്റെ മണവാട്ടിമാർ പ്രകാശം, നീ എന്താ ഇവിടെ ഒരു ബാഗൊക്കെ ആയിട്ട് കാശിക്ക് പോവാണ്? ഗോപാൽശന്ന് കാണാമെന്ന് അന്വേഷിച്ച് പറഞ്ഞു. പുലർച്ചയ്ക്ക് കവലയിലുണ്ടാവുന്നു. ഇവിടെ മാത്രമല്ല, വേറെ 2-3 പോക്കറ്റുകൾ ഉണ്ട്. പല പല സ്ഥലങ്ങളിൽ ഈ പണിക്കാരെ അയച്ച് തീരുന്നവരെ നിന്ന് തിരിയാൻ നേരം കിട്ടില്ല. പ്രകാശം പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വാ.